മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സ്വന്തം കൃഷിയിടത്തിൽ അടിഞ്ഞുകൂടിയ തടികൾ നീക്കിക്കിട്ടാൻ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് കർഷകർ. വില്ലേജ് റോഡിൽ താമസിച്ചിരുന്ന അണ്ണയ്യനാണ് കൃഷിയിടത്തിനെ വീണ്ടെടുപ്പിനായി ഈ ഒരു സഹായം തേടി നടക്കുന്നത്. നമുക്ക് ആ വാർത്തയൊന്ന് കണ്ട ശേഷം തിരിച്ചെത്താം. ചൂരൽമല വില്ലേജ് റോഡിലാണ് അണ്ണയ്യേട്ടൻ താമസിച്ചിരുന്നത്. അന്ന് ആ മരങ്ങളൊക്കെ അടിഞ്ഞുകൂടിയ ഒരു സ്ഥലം ഒരുപക്ഷെ അന്നത്തെ ദൃശ്യങ്ങൾ ഓർമ്മയുണ്ടാകും. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തിയത്. അണ്ണയ്യേട്ടൻ്റെ സ്ഥലത്ത് നിന്നാണ്. എത്ര സ്ഥലം ഉണ്ടായിരുന്നു അവിടെ? 2 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. മുഴുവൻ കാപ്പിയായിരുന്നു. മുഴുവൻ കാപ്പിയും കവുങ്ങും മറ്റേ കുരുമുളകുമായിരുന്നു. ഇപ്പം അന്ന് നമ്മൾ കണ്ട അതേപോലെ തന്നെ കിടക്കുകയാണ്. ഇപ്പോഴും അതേപോലെ തന്നെയാണ് കിടക്കുന്നത്. ഞാൻ പല പ്രാവശ്യം കളക്ടറേറ്റിൽ വന്ന് പരാതി കൊടുത്തിട്ട് അതൊന്ന് മാറ്റിത്തരാൻ വേണ്ടി പറഞ്ഞു. അണ്ണയ്യേട്ടൻ്റെ ആവശ്യം അവിടെ ഇനിയും കൃഷി ചെയ്യാൻ സമ്മതിക്കണം. കൃഷി ചെയ്യണം എനിക്ക് അവിടെ ഇനിയും കൃഷി ചെയ്യാൻ വേണ്ടി എനിക്ക് അനുവദിച്ചു തരിക. ആ മരങ്ങൾ മൊത്തം മാറ്റിത്തരിക. മരം ഞാൻ മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ മരം അങ്ങനെ മാറ്റാൻ പറ്റില്ല, അതിൻ്റെ ഫോറസ്റ്റ് മരം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ മരം മാറ്റിയിട്ട് അതിൻ്റെ കിട്ടുന്ന പൈസ കൃഷി സ്ഥലത്ത് ചിലവാക്കിയിട്ട് തോട്ടം നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർ പറയണത് അത് മാറ്റാൻ പറ്റില്ല, അത് ഫോറസ്റ്റിൻ്റെ മരം ഉണ്ട്. എന്നെക്കൊണ്ട് മരം മാറ്റി ഫോറസ്റ്റ് കൊണ്ടിടാനാണ് പറഞ്ഞത്, ഇവിടുത്തെ ADM പറഞ്ഞത്. അപ്പോൾ അദാലത്തിൽ പോയപ്പോൾ മന്ത്രി എന്ത് പറഞ്ഞു? മന്ത്രിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞാൽ മരം മാറ്റി തരണമെന്നും. അപ്പോൾ ഇവർ പറയാം നിങ്ങൾ മരം മാറ്റിയിട്ട് ഫോറസ്റ്റ് കൊണ്ടിടുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞാൽ അയാളോട് അങ്ങനെ പറയരുത്, എല്ലാം പോയ ഒരു വ്യക്തിയാണല്ലോ എന്ന്. അപ്പോൾ ADM പറയാണ് നിങ്ങൾ മാറ്റിയിട്ട് ഫോറസ്റ്റ് കൊണ്ടിടുന്നു, JCB എടുത്തിട്ട് ഫോറസ്റ്റ് കൊണ്ടിടാൻ. ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ല പറഞ്ഞു. ഞാൻ ദിവസം കളക്ടറേറ്റ് ഇറങ്ങി നടക്കുകയാണ് ഇപ്പോൾ അതൊന്ന് മാറ്റിത്തരാൻ വേണ്ടിയിട്ട്. എത്രയും പെട്ടെന്ന് എനിക്കത് മാറ്റി എനിക്കൊരു കൃഷിഭൂമി ആക്കി തരണം എന്നാണ് എൻ്റെ അപേക്ഷ. അപ്പോൾ അന്ന് ആ കൃഷിഭൂമിയും വീടും പോയി, കുറച്ച് പറിച്ചു വെച്ച കാപ്പി സ്റ്റോക്കും ചെയ്തു. കാപ്പി ഉണ്ടായി, അതും പോയി. 4 കടമുറി പോയി, 2 ഏക്കർ തോട്ടം, വീട്, 4 കടമുറി. വെള്ളാർമല വില്ലേജിൽ ഏറ്റവും നല്ലൊരു കൃഷിക്കാരനായിരുന്നു ഞാൻ. അത് എല്ലാവർക്കും അറിയാം, എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പറഞ്ഞതുപോലെ തന്നെ ആ പ്രദേശത്തെ ഏറ്റവും മികച്ച കർഷകനായിരുന്നു. 2 ഏക്കർ കാപ്പിത്തോട്ടം നഷ്ടമായി, വീട് നഷ്ടമായി, 4 കടമുറി നഷ്ടമായി, അവിടെ സ്റ്റോക്ക് ചെയ്തിരുന്ന കാപ്പിക്കുരു നഷ്ടമായി. ഇതെല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്നത് കൃഷി ചെയ്യാൻ, ആ ഭൂമി വീണ്ടും കൃഷി ചെയ്യാൻ അനുവദിക്കണം, അവിടെയുള്ള മരങ്ങൾ നീക്കി കിട്ടണമെന്ന ആവശ്യവുമായാണ് ഇദ്ദേഹം ഈ കലക്ടറേറ്റിലും മറ്റ് ഓഫീസുകളിലും ഇങ്ങനെ കയറി ഇറങ്ങുന്നത്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.